ഹായ് വിജയ്, എന്താ പരിപാടി? ഞാനൊരു മൊബൈൽ ആപ്പിന്റെ UX ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഓക്കെ 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 വിജയ്, നമുക്കിപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് മാത്രം പോരാ, നിങ്ങൾക്കൊരു ഡിജിറ്റൽ എക്കോ സിസ്റ്റം ആക്കണമെന്നാണ്. നിങ്ങളുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ കൂടെ വരുന്ന ഡാറ്റാസ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു വെബ് ഡാഷ്ബോർഡ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആപ്ലിക്കേഷന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് സെർവറിലേക്ക് അനാവശ്യമായി സെൻഡ് ചെയ്യുന്ന API കോൾസ്, കാര്യങ്ങൾ, ഇതെല്ലാം ആപ്ലിക്കേഷന്റെ പെർഫോമൻസിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആർക്കിടെക്ചറിലേക്കായിരിക്കും. ആർക്കിടെക്ചർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് സ്കെയിലപ്പ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അതേപോലെ നമ്മൾ ആർക്കിടെക്ചർ ഫോളോ ചെയ്താൽ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചർ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സ്പെൻഡ് എമൗണ്ട് ഭയങ്കര കുറച്ച് മതിയാവും, അല്ലെങ്കിൽ വലിയ രീതിയിൽ എമൗണ്ട് കൊടുക്കുന്ന രീതിയിലേക്ക് മാറിപ്പോകും. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു സെക്യൂർ ഡാറ്റാബേസിലേക്കായിരിക്കും, അതായത് റിയൽ ടൈം സിങ്ക്. ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് പ്രോപ്പറായി ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആപ്പ് ഒരു 100% സക്സസ് ആവുള്ളൂ. ആക്ച്വലി വി ഡോണ്ട് ജസ്റ്റ് ബിൽഡ് ആൻ ആപ്പ്, വി ബിൽഡ് ആൻ എക്കോ സിസ്റ്റം.